ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം മമ്മ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. മമ്മ മുത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മമ്മക്ക് വെയ്യാനിട്ട്. അപ്പം ഇന്ന് മുത്തമ്മ ഇവിടെ ആക്കി തന്നാ കേട്ടോ. വൈകുന്നേരം തന്നെ പോവും. ഇവിടെ വന്നാൽ അങ്ങനെ കേട്ടോ, അടങ്ങി നിൽക്കില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പണിയിലാണെങ്കിൽ അതിൻ്റെ കൂടെ എങ്ങനെ എടുത്ത് വരും, ഇങ്ങനെ നടക്കും കേട്ടോ. കെടുക്കൂല, അടങ്ങി കെടുക്കൂല. അപ്പോൾ മുത്തമ്മ ഇന്ന് വൈകുന്നേരം തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ കാണാം കേട്ടോ. ഒരു ദിവസം 24 മണിക്കൂറുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അത് അത്രയും ടൈം തികയാത്ത പോലെ തോന്നുക. കാരണം മക്കളും കൂടി ഉണ്ടാവുകൊണ്ട് അവരെ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ തന്നെ ടൈമും ഒരു കണക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് കുക്കർ മുട്ടക്കറി, കുക്കർ കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. കുക്കറിൽ ഉണ്ടാക്കിയ മുട്ടക്കറി അതിനെ. അപ്പോൾ പെട്ടെന്നാവും കേട്ടോ കുക്കറിൽ മുട്ടക്കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ മുട്ടയും അതിൻ്റെ കൂടാണ്ട് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇവിടെ എന്താ ചെയ്യണമെന്ന് പോയി നോക്കാം. എന്താ പണി? ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കി കളിക്കാൻ ഫ്ലൈറ്റ് പോണം. ആരാ ഞാൻ കളർ എടുത്ത് കൊടുത്ത് അതിന്റെ കർച്ചിപ്പട വെച്ച അല്ലെങ്കിൽ തന്നെ ചേർത്ത് വേറെ എന്തോലും എടുത്തോളി, വേറെ എന്തേലും എടുത്തോളി. അപ്പോൾ ഞാൻ കറിക്കുള്ള സംഭവങ്ങൾ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഞാൻ നീക്കാൻ വേണ്ടിയിട്ട്. കാരണം രാത്രി എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കില്ല. കാരണം അവൾക്ക് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാത്രി കുറച്ച് ബുദ്ധിമുട്ടാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ കുറച്ച്, അല്ലെങ്കിലും രാവിലെ ഞാൻ അധികം, അപ്പം ഇത് കേട്ടാൽ ചിലർ വിചാരിക്കും അല്ലെങ്കിൽ ഈ വിളക്ക് ഭയങ്കര നേരത്തെ നീക്കലാണെന്നിട്ടോ. സത്യമായിട്ടും അങ്ങനെയല്ല. അപ്പോൾ മക്കളുടെ ശേഷം എനിക്ക് ഒരിക്കലും രാവിലെ നേരത്തെ നീക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ആരും നമ്മൾ രാത്രി എത്ര ടൈം ഉറങ്ങി അല്ലെങ്കിൽ രാത്രി ഉറക്കമുണ്ടോയെന്നൊന്നും ആരും അന്വേഷിക്കില്ല. പക്ഷെ നമ്മൾ രാവിലെ എത്ര മണിക്ക് നീറ്റു, എപ്പോഴാണ് നീക്കുന്നത്, നേരത്തെ നീക്കുന്നുണ്ടോയെന്നൊക്കെ എല്ലാവരും അന്വേഷിക്കും. അതല്ലെങ്കിലും അങ്ങനെയല്ലേ. അപ്പോൾ എനിക്ക് മക്കളുടെ ശേഷം തീരെ ഉറക്കില്ല കേട്ടോ. എൻ്റെ മൂത്ത മോനും കൊണ്ട് തന്നെ അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ലേറ്റ് ആവട്ടോ നീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഉമ്മമ്മ വന്നിട്ടാണ് വരുന്ന ഒരു സൗണ്ട് ആയിട്ടാണ് ഞാൻ നീറ്റത്. അപ്പോൾ പിന്നെ നീറ്റ് കഴിഞ്ഞാൽ തന്നെ എൻ്റെ കാര്യങ്ങളല്ല, നമ്മുടെ കാര്യങ്ങളല്ലല്ലോ പെട്ടെന്ന് ചെയ്യുക. ഞാനാണെങ്കിൽ പോലും നീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്കുള്ള ഫുഡ്, മക്കളുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതൽ അതിന് ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അവിടെ കിടന്നാലും വേണ്ടില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ നീറ്റ് കഴിഞ്ഞാൽ ഞാൻ വേഗം മോക്കുള്ള ഫുഡ് ഉണ്ടാക്കും. പിന്നെ അതിന് ശേഷം മോക്ക് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ ഫസ്റ്റ് കൊടുക്കുക കേട്ടോ. അത് അപ്പാണെങ്കിൽ അല്ലെങ്കിൽ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതിന് ശേഷം അവൾക്കുള്ള ഫുഡ് അത് അവൾ കുറച്ച് തന്നെ കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ അവൾക്ക് ഞാൻ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ റാഗിപ്പൊടി ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെക്കും. എന്നിട്ട് പിന്നെ ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കൊടുക്കാറ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. മറ്റേത് അവളെ ഫ്രഷ് ആക്കിയതിന് ശേഷം എന്തെങ്കിലും ചെയ്യാമെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവൾ വിശന്ന് അവിടെ ഇരിക്കും. പിന്നെ അവളെ സമാധാനിപ്പിക്കലും മക്കളും വേറെ ഉണ്ടല്ലോ, മോനുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റും കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കും. എന്നാൽ പിന്നെ അവളെ ഫ്രഷ് ആക്കലും അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവൾക്കുള്ള ഫുഡും കാര്യങ്ങളും കൊടുത്താൽ പിന്നെ കുറച്ച് ടൈമൊക്കെ ഒന്ന് ഉറങ്ങും കേട്ടോ. കുറച്ച് ടൈം ഉറങ്ങും. എന്നാൽ തന്നെ അവൾക്ക് വല്ലാണ്ട് ഉറക്കമൊന്നുമില്ല. കാരണം ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ വളർന്ന് വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പകലധികം ഉറങ്ങാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉറക്കത്തിന് കാര്യം പറഞ്ഞാൽ ഇനി ചിലപ്പോൾ നാളെ തൊട്ട് ഉറങ്ങില്ല, അങ്ങനെയൊക്കെ ചിലവർ പറയില്ലേ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇനി ഉമ്മമ്മ ഉണ്ട് കേട്ടോ. ഉമ്മക്ക് തീരെ വയ്യ. ഉമ്മക്ക് കുറേ ഗുളികകളുണ്ട്, തേക്കാനും ഓൽമെൻ്റ് എന്നിട്ടും കുറവൊന്നുമില്ല കേട്ടോ, എന്താ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മുത്തമ്മാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഇവിടെ മക്കളെ കൊണ്ട് കുറച്ചിങ്ങനെ ഇതായതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല. മരുന്നും ഫുഡൊക്കെ കറക്റ്റിൽ കൊടുക്കാനും ഇതിനൊന്നും. പിന്നെ ഞാനും പകല് ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാനും മക്കളും. അപ്പോൾ അതുകൊണ്ട് ഉമ്മമാനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ മുത്തമ്മ. പിന്നെ മുത്തമ്മക്ക് അങ്ങോട്ടോ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മമാനെ അങ്ങോട്ട് ആക്കിയതായിരുന്നു. പിന്നെ അമ്മ ഇങ്ങനെ ഇവിടെ വന്നാലും ഇതാണ് പ്രശ്നം, അമ്മ ഒതുങ്ങി നിൽക്കൂല. എല്ലാവരും വിശേഷം മാസി ഇപ്പം പിന്നെ കുറച്ചൊക്കെ ഒന്ന് മെയിനാ വിചാരിച്ചതാണ്. പിന്നെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണല്ലോ കാണുന്നത്. എല്ലാവരും കാണുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.
എനിക്ക് നിങ്ങൾ ഇപ്പോൾ നീ കമൻറ്റ് ഇങ്ങനെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതിന് റിപ്ലൈ തരാം, കമൻറ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുക്കർ മുട്ടക്കറി. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ. നമ്മൾ ഇങ്ങനെ മസാല ആദ്യം ഒന്ന് ഇതാക്കിയിട്ട് ജസ്റ്റ് അതിൽ മുട്ട വെച്ചെടുത്താൽ മതി. ഒന്നോ രണ്ടോ വിസിൽ മതി കേട്ടോ, അതിൽ അത് ആയിക്കോളും. അപ്പോൾ ഇതൊക്കെ എൻ്റെ താത്ത് ഉണ്ടാക്കി പോയതാണ് നെയ്ച്ചോറ്. പക്ഷെ കടല വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്നും കൂടി വെക്കണം കേട്ടോ. ഇത് ഉമ്മ കൊണ്ടുവന്നതിന് വേപ്പിൻ്റെ ഇലയായിരുന്നു. അപ്പം അതെങ്ങനെ വെറുതെ എല്ലാവർക്കും എനിക്ക് കറിവേപ്പില ഇടണം, ഉണ്ടെങ്കിൽ ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഇടൂലല്ലോ. അപ്പം എൻ്റെ മോളുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇനി മോളെ വീഡിയോയിൽ കാണിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, ചിലവർക്കൊന്നും ഇഷ്ടമല്ല മോളെ വീഡിയോയിൽ കാണിക്കണതൊന്നും. പക്ഷെ ഞാനത് അത്ര ശ്രദ്ധിക്കാറില്ല, കാരണം ഒക്കെ പഠിച്ചവൻ്റെ കയ്യിലല്ലേ ഇരിക്കണത്. ഇനിയിപ്പോൾ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അതൊന്നും ഇപ്പോൾ നമുക്ക് കേൾക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റിൽ പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ ഇൻസ്റ്റയിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ മോളെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാവരും പറയും അങ്ങനെ ചെയ്യണ്ട, കാരണം ചെറിയ മോളല്ല. അപ്പോൾ അതിങ്ങനെ മറ്റുള്ള അതും പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവും എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ അത്ര മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ പഠിച്ചവനല്ലേ വലുത്, ആ ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കണം. അപ്പോൾ മരുന്ന് കൊടുക്കട്ടെ എന്നൊക്കെ എന്താ അറിയില്ല, ഉറക്കം വന്നിക്കണു. മണ്ണൊടിക്ക, മണ്ണ് കുടിക്ക, മണ്ണ് കുടിക്ക. ഈ കാണുന്ന ഷോനാണ് കേട്ടോ, കാരണം മരുന്ന് അങ്ങോട്ട് കുടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഒരാൾ മൂക്ക് കൊത്താനും ഒരാൾ കൈയും കാലും മടിക്കാനൊക്കെ വേണ്ടി വരും. ഇപ്പോൾ കിട്ടിയ മരുന്നൊക്കെ കുറച്ച് മില്ലി ആയതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേത് 5 മില്ലി 10 മില്ലി എന്നൊക്കെ വരുമ്പോൾ ഒരടപ്പ് രണ്ടടപ്പൊക്കെ ഉണ്ടാവും. മറ്റേത് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല ഇപ്പോൾ കുടിക്കാൻ. മറ്റേത് മൂക്ക് പത്താൻ ഞാൻ മാസിനെ വിളിക്കും, അല്ലെങ്കിൽ ഐശുവിനെ വിളിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇവക്കെന്നെ മരുന്ന് കുടിച്ച് ഇവർക്കും കൊടുത്ത് എനിക്കും മടുത്തിട്ടോ. കാരണം നമ്മൾ എത്ര ഇഷ്ടമാണ് അതിങ്ങനെ. കുളി കഴിഞ്ഞിട്ടോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ തിരക്ക് നമ്മ ഇടും, ഉമ്മക്ക് വെയ്യ, അങ്ങനെ ഉമ്മക്ക് കാൽവേദന. അപ്പോൾ നീ മറ്റവർക്ക് ചോറ് കൊടുത്താൽ അവിടെ ഇരുത്തിക്കണം, തിന്നുണ്ടാന്നാവോ തിന്നിട്ടാ. അത് അമ്മമ്മക്ക് ചോറ് കൊടുക്കട്ടെ, അമ്മമ്മക്ക് വേദനയാണ്. അപ്പോൾ വിചാരിച്ച് ഞാൻ തിന്നില്ലേ, നമ്മൾ പിന്നെ തിന്നാകുന്നില്ലായിരുന്നു. ഇങ്ങോട്ട് വരൂ. ഇതാണ് മീൻ മുളകിട്ട വെള്ളം നല്ല മതി. കുഴപ്പമില്ല, നമ്മൾക്കെല്ലാം വെള്ളം വേണ്ടി. ഞാൻ ഇങ്ങനെ വറ്റെന്ന് വിചാരിച്ചില്ല. നമുക്ക് ചോറ് കൊടുക്കട്ടെ. അപ്പോൾ മമ്മക്ക് വെയ്യട്ടല്ലേ, മമ്മേനെ അടുത്ത് കഴിക്കുകയും ചെയ്തു. നമ്മളങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെയ്യട്ടെ മമ്മക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് നോക്കണ്ട മമ്മാനെ, പാവല്ലേ. പിന്നെ ഞാനിപ്പോൾ ഓൺ വോയിസ് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ അവിടെ കാർട്ടൂൺ ഇട്ടിട്ടുണ്ടാവും. ഇനി അതിൻ്റെ മ്യൂസിക് എങ്ങാനും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വെച്ചിട്ടോ. മറ്റേത് ഇതിൽ തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട് കാര്യമില്ല, അപ്പോൾ അത് കൊടുക്കാൻ ഞാൻ ഇതിൻ്റെ മ്യൂസിക് ഉള്ളതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ആക്കിയതാണ്. ഞാൻ നിസ്കരിക്കാൻ നോക്കുമ്പോൾ അപ്പ വരും ഒരു മകല് മറിയാൻ വരും. അപ്പോൾ എല്ലാവരും ചോറയ്ക്കണോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കുറേ ദിവസമായി ചോറൊക്കെ തെറ്റിട്ട്, കാരണം ഒക്കെ കൂടി കഴിഞ്ഞ് പിന്നെ കെടുക്കുമ്പോൾ കുറേ നേരമാവും. അല്ല, കെടുക്കുമ്പോൾ ഒക്കെ കൂടി കഴിഞ്ഞാൽ ആകെ ടയർഡാവും. പിന്നെ ഒരു കെടുത്താണ്, കുട്ടിനെ ഉറക്കാൻ വേണ്ടിയാണ് കിടന്നാൽ ഞാനും അതിൻ്റെ കൂടെ ഉറങ്ങിപ്പോവും. പിന്നെ മോനിക്കും ഓൾക്കും മറ്റോൾക്കും വെയ്യ. അപ്പം അതുകൊണ്ടാണെങ്കിലോ മാസി സ്കൂളിൽ പോയിട്ടില്ല. എൻ്റെ മോന് സ്കൂളിൽ പോയിട്ട് കുറച്ച് ദിവസമില്ല, 2 ദിവസമായിട്ടോ, 2 ദിവസം ലീവ് പറഞ്ഞു. എന്തായാലും നിസ്കരിക്കട്ടെ. പിന്നെയും ചോറ് തെറ്റും. ഇനിയിപ്പോൾ നിസ്കരിക്കാൻ എന്നാ വരും മറ്റോള്.
നിസ്കാരം കൊളാക്കാൻ. നിസ്കാരം മുമ്പിലാണ് വന്നിരിക്കും. എങ്ങനെ നിസ്കരിച്ച് പറയാനേ ഇല്ല, അപ്പത്തിന് മുതൽ വന്ന് വിശക്കണൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിന്നുമ്പോൾ സമാധാനത്തിൽ തിന്നാൻ വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമാണ്. ഞാൻ നിസ്കരിച്ചുമ്പോൾ അതിൻ്റെ മുന്നിലാണ് വന്നിരിക്കും. ഇത് മാസി തിന്നു ബാക്കിയാണ്. ചോറും സോയാബീന് പിന്നെ മീൻ, സ്പെഷ്യൽ മീൻ മുളകിട്ടത്. അത് വെറുതെ മാങ്ങ ഉപ്പിരിമേതാണ്. ബടി വന്നു. അതേ സോയാബീൻ ഇഷ്ടം തന്നെ ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെ ഇഷ്ടമായി വെച്ചു, എന്നിട്ട് ഇഷ്ടായി. ബേക്കാട് വാ ഫുഡ് കഴിക്കാടാ. ദീ പോണതിൻ്റെ എളാപ്പാൻ്റെ മോളും അവളുടെ കുട്ടിയാട്ടോ. ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ മറക്കും ചെയ്തിരുന്നു ഒന്ന്. അപ്പോൾ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞപ്പോൾ അവൾ ഓടുകയാണെന്ന് ഞാൻ പോട്ടാറുണ്ട്. പിന്നെ മരിബ് ബാങ്കും കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പോയി. പിന്നെ മൂത്തമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അമ്മമ്മക്കാണെങ്കിൽ പോകണം എന്നുണ്ട് പോകണ്ടെന്നുണ്ട്. കാരണം അവിടെ ചെന്നാലും നമുക്ക് ഇവിടെ നിൽക്കണ കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ പോകും. പക്ഷെ ഇവിടേക്ക് തന്നെ വരാൻ പിന്നെയും അമ്മ അങ്ങനെ അവിടെ തിരക്കൂടും. അപ്പം അമ്മമ്മ പോവാന്നാട്ട് പറയണത്. പിന്നെ ഇവരെ പഠിപ്പിക്കാനിരിക്കണ ഒരു ഇതാണ്. അത് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. കാരണം എനിക്ക് തന്നെ ദേഷ്യം വന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ. ആ മോളെ ഉറക്കാൻ കിട്ടിയപ്പോൾ കൂടെ ഞാനും കിടന്നുറങ്ങിട്ടോ. പിന്നെ അവിടെ കണ്ട രണ്ടാളും കളിക്കണം. ഇവർ കട്ടൊക്കെ എടുത്ത് പെറുക്കി ഇങ്ങനെ ഇടും, പരത്തിയിടും കളിക്കാൻ. എന്നിട്ട് അത് പെറുക്കിയിടുന്ന പണിയാണ് എനിക്ക്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു കഥ. അപ്പോൾ പിന്നെ ഈ പരാതി പിന്നെ എപ്പോഴുള്ള പരാതി കേട്ടോ. ആയുഷ് കാട്ടി, അല്ലെങ്കിൽ ആയുഷ് എന്ന് പറയും മാസിനെ കാട്ടി. ഇതന്നെ ഇവിടെ പണി. ഇത് പരിഹരിക്കലാണ് ഇപ്പം എൻ്റെ പണി. ഞാനിങ്ങനെ ആലോചിക്കും, ഞാനൊക്കെ ഒരു വല്ല ജഡ്ജി ആവാൻ പോയാൽ മതി കോട്ടത്തെ. കാരണം അത്രക്ക് പ്രശ്നങ്ങളാണ് ഞാനിവിടെ പരിഹരിക്കണത്. നിങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഓൾക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സാധനങ്ങൾ വാങ്ങാൻ വന്നു. കാരണം കുട്ടിക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ രണ്ടാളും ഒന്നും വാങ്ങൂല പറഞ്ഞിട്ട് കൂടെ വരും. എന്നിട്ട് ഇവിടുന്ന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് വാശിയും പിടിക്കും. അങ്ങനെയൊക്കെ ഒരു രണ്ട് മക്കളാണത്. അപ്പോൾ ഞാൻ ഇവൻ്റെ സ്കൂളിൻ്റെ അടുത്ത് കൂടെ ആയിട്ടാ ഞങ്ങൾ പോവുക. അവിടെ അടുത്തുള്ള കടയൊക്കെ തന്നെ പോയത്. ഇവരെ മാസിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് കൂടെ ഞാൻ പോവാം, എൻ്റെ മോൻ്റെ സ്കൂളിൻ്റെ അവിടെ. അപ്പോൾ അതിങ്ങനെ അവൻ കാണിക്കുക കേട്ടോ. അത് വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് അവൻ്റെ സ്കൂള്. പിന്നെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന മദ്രസ കേട്ടോ അത്. അതിലിങ്ങനെ ചെറിയ സെക്ഷൻ പോലെ തുടങ്ങിയതാണ് കേട്ടോ. പക്ഷേ അത് അടിപൊളി സ്കൂളാണ്. പിന്നെ അങ്ങനെ അമ്മമ്മ പോവാട്ടോ. അമ്മമ്മക്ക് പോകണമെന്നുണ്ട്, എന്നാൽ പോകണ്ടെന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഹാലാവുന്നു. അപ്പോൾ ഇവളെ വിചാരം ഞാൻ പോവാച്ചിട്ട് അവൾ അവിടെ ഇരുന്ന് കരയാം. അപ്പോൾ അങ്ങനെ ഉമ്മമ്മ പോയിട്ടോ. ഉമ്മമ്മ 2 ദിവസം കഴിഞ്ഞാൽ വരും കേട്ടോ. കാരണം ഉമ്മമ്മക്ക് അധികം അവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയും. അതിൻ്റെ അമ്മ കേട്ടോ ഈ പാടണത്. എൻ്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടൊരു അപ്രത്യക്ഷമാവും. അങ്ങനെ തന്നെ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പിരാന്ത്. പിന്നെ ഇവൾക്ക് വായിലെന്തോ വായ്പുണ്ണ് വന്നിട്ട് അത് ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ എന്തൊക്കെ ചെയ്യാണ്. അപ്പോൾ മറ്റോള് പിന്നെ കളിയാക്കണം. ഇനി അതും വീഡിയോ എടുത്ത് ഇതാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ എടുക്കും ഞാൻ ഞങ്ങളുടെ കളി. അതിൻ്റെ ഇടയ്ക്ക് കണ്ണ് തെറ്റിയപ്പോൾ ഈ പെണ്ണ് കാട്ടണ കണ്ടില്ലേ, വന്ന് കടലാസൊക്കെ പരത്തി. ഇവൾക്ക് പിന്നെ ഇനി ഇതോടെ നാളെ സ്കൂൾക്ക് കൊണ്ടിട്ടോ. എന്താ പിന്നെ വരക്കെടുക്കാത്ത. രാത്രി 1 മണി. ഇനി മോനിക്ക് ഉണ്ടോ നേരത്തെ കാണിച്ചതല്ലേ ഉറങ്ങിയത്. പോന് വേണമെന്നോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണം, വിശക്ക.
ഇത് സ്ഥിരമാണ് ഇവിടുത്തെ കലാപരിപാടി, ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണിത്. അപ്പോൾ എനിക്ക് എന്താണ് മുട്ട പൊരിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ കുറേ വിളിച്ച് നീക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നാണ്. അപ്പോൾ എനിക്ക് വേണ്ട, ഇനിയിപ്പോൾ ഞാൻ ഈ നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയും ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ റൂം ലോക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഞാൻ കുറേ വിളിച്ച് ഉറങ്ങാൻ പോയപ്പോൾ അപ്പോൾ ഒന്നും പോകുന്നില്ല. അപ്പോൾ സോഫയിൽ കിടന്നുറങ്ങും. അപ്പോൾ അവിടെ എനിക്ക് ആവശ്യമായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കിടക്കുക വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഞാനൊന്നിങ്ങനെ കണ്ണടച്ചപ്പോൾ വന്ന് വാതിൽ മുട്ടണം. അപ്പോൾ എല്ലാവരും ഉറങ്ങിയേക്കാട്ടെ, അതുകൊണ്ട് പതുക്കെ സംസാരിക്കണേ. പിന്നെ ഞാൻ ഇഗ്ഗ് പിരിക്കട്ടെ. വീടങ്ങോട്ട് ചൂടായി. ഇല്ല, ഒരു എഗ്ഗ് അവനക്ക്, ഒരു എഗ്ഗ് എനിക്ക്. മോൾ ഉറങ്ങിട്ടോ, അതുകൊണ്ട് പിന്നെ ഇവർക്ക് മരുന്നും കുടിക്കണ്ടോ, കുടിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് മരുന്നും കൊടുക്കണം. ഞാൻ ഇവർ നേരത്തെ ഉറങ്ങിയുള്ള പ്രശ്നമാണ്. 100 വട്ടം ഞാൻ പറഞ്ഞപ്പോൾ ഉറങ്ങല്ലേ അവന്. അപ്പോൾ നീനെ ഉറങ്ങില്ലേ, ഞാൻ നോക്കിയിരിക്കാത്ര. അങ്ങനെ കിടന്ന് ഉറങ്ങിക്കളി സോഫയിൽ. എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടടാ, പറയടാ. ദേഷ്യം വനാശിനും ഉറക്കത്തിന് വിളിച്ചു കൊടുത്തിട്ട് എനിക്ക് വിശക്കുക. എന്നാ എനിക്ക് പഴം മറന്നു കൊടുത്തൊന്നും അതുമില്ല. അപ്പം അമ്മമ്മ പോയിട്ടോ, അമ്മമ്മക്ക് വയ്യ. അപ്പം അമ്മമ്മക്ക് എവിടെ നിന്നാലും ഞാനും മക്കളില്ല. അപ്പം എനിക്ക് അതിങ്ങനെ ശ്രദ്ധിക്കാനും കഴിയില്ല. പിന്നെ അമ്മമ്മയാണെങ്കിൽ ഇവിടെ അടങ്ങിയിരിക്കില്ല. അപ്പം മൂത്തമ്മ കൊണ്ടുപോയിട്ടോ. പിന്നെ അമ്മ ഉണ്ട്, ആയിട്ടുണ്ട്, ജസ്റ്റുണ്ട് ഉറങ്ങി. എനിക്ക് വേണ്ട താത്താനെ ജസ്റ്റിനെ വിളിക്കണമെന്ന്. താത്തയായിട്ടോളൂ, ഞാൻ ഇത് നല്ല താത്തേന് 2 താത്താൻ്റെ അതിൽ ചെറിയ താത്തേട്ടോളൂ. അപ്പോൾ നമ്മൾ പിന്നെ അടിപൊളി ബന്ധമാണ്. അങ്ങനെയൊക്കെ വിളിച്ചാൽ മതി. ഉറക്കം വന്നിട്ട് പിരാൻ വിളിച്ചു കിട്ടണമെങ്കിലോ. അപ്പം ഇത് കഴിച്ചിട്ട് ഞാൻ കെടുക്കട്ടെ കേട്ടോ, കാരണം ഈ മോള് എണീക്കും ചിലപ്പോൾ സൗണ്ട് കേട്ടാൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ശരി.